ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് നമ്മൾ കർക്കിടകം സ്പെഷ്യൽ ആട്ടിൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. 250 ഗ്രാം ആടിൻ്റെ എല്ലോട് കൂടിയ ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സൂപ്പ് വെക്കാനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണിത്. ഇതിലേക്ക് ഇനി ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പീസ് ഇഞ്ചി, 6 വെളുത്തുള്ളി, 2 ടീസ്പൂൺ ഉലുവ, ഒരു പച്ചമുളക്, മല്ലി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി. ചെറിയ ജീരകമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയും ജീരകവും കുരുമുളകും നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി പൊടിച്ച ഈ ജാറിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ മാത്രം ചേർക്കണില്ല, ബാക്കി എല്ലാ ഐറ്റംസും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മുടെ ആട്ടിറച്ചി നമ്മൾ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ മസാലക്കൂട്ടും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആടിൻ്റെ എല്ലൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് കുറച്ചധികം സമയം വേവിച്ചെടുക്കണം. 8 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇനിയിപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറിലത്തെ എയറൊക്കെ പോയിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ അരഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. മട്ടനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കണം. താളിപ്പിന് വേണ്ടിയിട്ട് 5 ചെറിയ ഉള്ളി ഒരു പാനിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നന്നായി മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ താളിപ്പ് നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മട്ടനിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അതാണ് വെള്ള കളറായിട്ട് മുകൾ ഭാഗത്ത് കാണുന്നത്. ഇനി ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ മട്ടൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ഒരു പ്രാവശ്യയിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സൂപ്പ് തന്നെയാണ് ഇത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. താങ്ക്